ഹലോ കൂട്ടുകാരെ, ഞാനിപ്പോൾ വീട്ടിലേക്ക് കൊണ്ട് വന്നതാണ് കേട്ടോ. ഇവിടെ നിന്ന് വയറിങ് എന്താ പറയുക, മിനിയാന്ന് പോയിട്ട് ഷോപ്പിൽ പോയിട്ട് വയറെല്ലാം കടമെടുത്തിട്ട് വന്നു, EMI ആയിട്ട് അടയ്ക്കാമെന്ന് വെച്ചിട്ട്. അപ്പോൾ അതൊന്ന് വയറുടെ 2 ആൾ പണിക്കാർ വന്നിട്ടുണ്ട്. രാവിലെ ഒന്ന് പണിക്ക് വേണ്ട നേരം ഇങ്ങോട്ട് വന്നതാണ്. ജസ്റ്റ് വയറിട്ടിട്ട് വേഗം വയറിങ്ങോട് വെച്ചിട്ട് വെള്ളത്തിൻ്റെ പണിയും കഴിഞ്ഞ് ഇങ്ങോട്ട് വേഗം വരാമെന്ന് വെച്ചിട്ട്. പിന്നെ ഇവിടെ എല്ലാം കുണ്ടും കുഴിയുന്നുണ്ടോ, ഈ മണ്ണിടണം. നമ്മുടെ 3 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ. അതിപ്പോൾ എവിടെയാണെന്ന് പോലും എനിക്ക് കാണുന്നില്ല. കാരണം അങ്ങനെ അപ്പുറത്തെ ഒരു കാട് ഇങ്ങോട്ട് കയറിയിട്ട്, അപ്പോൾ അത് കട്ടിയിട്ട് വേണമെങ്കിൽ മണ്ണിടണമെങ്കിൽ 3-4 ലോഡ് മണ്ണ് ഇങ്ങോട്ട് വേണ്ടി വരുന്നു. അത് ചെയ്യാനുണ്ട്. പണി ഇനിയും ഉണ്ട്. ഇതിൽ 2-3 ലോഡ് കല്ല് എന്തായാലും 2 ലോഡ് കല്ല് എന്തായാലും വേണ്ടി വരും. മുമ്പിലും എല്ലാം മണ്ണിടണമല്ലോ, വലിയ വെള്ളം നിൽക്കും. താമസിക്കാൻ വന്നാൽ ഇവിടെ എല്ലാം വെള്ളം നിൽക്കും. വെള്ളത്തിൻ്റെ പാത്രത്തിന് ടാങ്കെല്ലാം ഇവിടെ ആണല്ലോ. അപ്പോൾ വിചാരിച്ച് ഞാൻ ആരെങ്കിലും ഒന്ന് സഹായിച്ചു തന്നാണ് ഇപ്പോൾ എനിക്ക് അത്രയും വേഗം കൊണ്ട് വരായിരുന്നു. കാരണം ആരും ഇല്ലാത്തവർക്ക് അല്ലാത്തൊരു വിഷമം. ഇവിടെ ഇതണ്ട നമുക്ക് പണിയും ഉണ്ട്. വയറിന്നലെ മെയ്യാന്ന് പറ്റി ഞാൻ EMI ആയിട്ട് കൊണ്ടുവന്നതാണ്. മാസം 10,000 വെച്ച് അടക്കണം. ബജാജിൻ്റെ ഇതുകൊണ്ട് വേഗം അടക്കാൻ വേണ്ടിയിട്ട് വയറും പിന്നെ എന്താ പറയുക, സ്വിച്ച് ബോർഡും വെള്ള ടാങ്കും പൈപ്പെല്ലാം കൂടിയിട്ട് 50,000 റുപ്യ ആയിനി എല്ലാം കൂടിയിട്ട്. ചെറിയ വീട്, പക്ഷേ അതിനത്ര പൈസയും. അപ്പോൾ മാസമായിട്ട് 10,000 ചില്ലറ റുപ്യ അടക്കണം എന്ന് പറഞ്ഞു മാസം. ഈ ശമ്പളത്തിന് അതിന് പോയി കഴിഞ്ഞാൽ പിന്നെ ലോൺ അടക്കാനും കഴിയില്ല, വാടക കൊടുക്കാനും കഴിയില്ല. അപ്പോഴേക്ക് എത്രയും പെട്ടെന്ന് ഞാൻ ഇവിടെ വരാമെന്ന് വെച്ച് നിൽക്കുകയാണ്. ഇവിടെ വന്നാലിപ്പോൾ എനിക്ക് രക്ഷയുള്ളൂ. കാരണം അവിടെ വന്നാൽ പിന്നെ ഞാൻ എന്താ അറിയുക, എനിക്കെന്താ ചെയ്യുന്നറിയില്ല. ആരെങ്കിലും എനിക്കൊന്ന് സഹായിച്ചെന്ന് ഞാൻ എങ്ങനെയെങ്കിലും ഇവിടെ എത്തിപ്പെട്ട് കിട്ടിയിരുന്നേ. ഈ വീഡിയോ കാണാൻ ആരെങ്കിലും ഒരു ആർക്കെങ്കിലും നിങ്ങൾ സഹായിച്ചില്ലെങ്കിൽ ആരെങ്കിലും സഹായിക്കുന്ന ഒരു നല്ല മനസ്സുള്ളവരുണ്ടാവുമല്ലോ. ഒന്ന് അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് സഹായിച്ചാൽ. വേറെ ഒന്നും ആവശ്യം എനിക്കിത് 2 ലോഡ് കല്ല് വാങ്ങിച്ചോട്ട് കെട്ടിയിട്ട് വന്നാൽ കുണ്ടും കുഴിയണം. കിണറും എവിടെയൊന്നും അറിയുന്നില്ല. പിന്നെ അതിൽ കെട്ടിയാലേ വെള്ളം നമുക്ക് എടുക്കാൻ കഴിയുള്ളൂ. ആരെങ്കിലും എനിക്കൊന്ന് വീഡിയോ കാണാൻ സഹായിച്ചാൽ എനിക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് വരായിരുന്നു. ഒന്ന് സഹായിച്ചെന്നാൽ കൂട്ടുകാരെ, ആരെങ്കിലും സഹായിക്കാൻ മനസ്സുള്ളവർക്ക് ഒന്ന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താലും മതിയായിരുന്നു. സഹായിച്ചിട്ടില്ലെങ്കിൽ ഒന്നും സപ്പോർട്ട് ചെയ്യുവാനേന്നും. 2 ലോഡ് കല്ല് കിട്ടിയാലും മതിയായിരുന്നു അതൊന്ന് കട്ടാനായിട്ട്. ഇനിയിപ്പോൾ പണിക്കാർക്ക് കൂലി കൊടുക്കണമെങ്കിൽ വല്ലവരുടെയും പൈസ തിരിക്കണം. 2 ആൾ പണിയെടുക്കല്ലോ, ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് എന്തായാലും കഴിയില്ല. വയർ പ്ലംബിങ് ചെയ്യാനുണ്ടല്ലോ. അപ്പോൾ അവർ ചായ പിടിക്കാൻ പോയി. ഞാനിപ്പോൾ അതുവരെ ഇവിടെ നിൽക്കുന്നു, കാരണം സാധനം ആരും കൊണ്ടുപോകുമല്ലോ.